നമസ്കാരം. വോട്ടും കട്ടന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മണലൂർ മണ്ഡലത്തെക്കുറിച്ചാണ്. ഇന്ന് വാർത്തകളിലും മണലൂർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രത്യേകിച്ചും BJP കിറ്റ് വിവാദം, കിറ്റ് വിതരണം നടത്തി വാടാനപ്പള്ളിയിൽ എന്നതടക്കം. ഇത് മാത്രമല്ല, മണലൂരിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വലിയ തരത്തിലുള്ള പോരാട്ടം കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് മണലൂരിൽ. TN പ്രതാപനാണ് അവിടെ UDFന്റെ സ്ഥാനാർത്ഥി, C രവീന്ദ്രനാഥാണ് LDFന്റെ സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ KK അനീഷാണ് BJP സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. എന്തായാലും മണലൂരിന്റെ ഒരു മണ്ഡല ചിത്രം നമുക്ക് പരിശോധിക്കാം. ER രാഗേഷും അതുപോലെ ആസിഫ് മുഹമ്മദുമാണ് എനിക്കൊപ്പം ഉള്ളത്. ആദ്യം ER രാഗേഷിലേക്കാണ്. രാഗേഷ്, ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു കിറ്റ് വന്നതുകൊണ്ട് മാത്രമല്ല, മണലൂര് കേരളം മുഴുവനുമുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ 10 വർഷമായി LDF ഭരിക്കുന്ന മണ്ഡലം, അവർക്ക് ആ സീറ്റ് നിലനിർത്തണം എന്നുള്ളതാണ്. TN പ്രതാപനെ UDF അവിടേക്ക് ഒരു ദൗത്യം ഏൽപ്പിച്ചാണ്, ആ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ദൗത്യം ഏൽപ്പിച്ചാണ് അവിടേക്ക് ഇറക്കിയിരിക്കുന്നത്. ഹിന്ദു വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലമായതുകൊണ്ട് തന്നെ BJPക്ക് തൃശ്ശൂരിനോട് ഏറെ അടുത്ത് നിൽക്കുന്ന മണ്ഡലം കൂടിയാണ്. അപ്പോൾ BJPക്കും ഏറെ അഭിമാനകരമായിട്ടുള്ള പോരാട്ടമാണ് മണലൂരിൽ. അപ്പോൾ നിലവിലെ അവിടുത്തെ രാഷ്ട്രീയ ചിത്രം ഏത് രീതിയിലാണ്? ഈ 2011 VS സർക്കാരിന് തുടർഭരണം നഷ്ടമാകുന്നത് 2 സീറ്റുകളുടെ വ്യത്യാസമാണ്. 72 സീറ്റ് UDF നേടുന്നു, 68 സീറ്റിൽ LDF വിജയിക്കുന്നു. അന്ന് LDF ജയിക്കും എന്ന് പ്രതീക്ഷിച്ച ചില സീറ്റുകൾ പരാജയപ്പെട്ടു. അതിലൊന്ന് ഇപ്പോൾ പാറശാലയിൽ ആനാവൂർ നാഗപ്പൻ 505 വോട്ടിനാണെന്ന് തോൽക്കുന്നത്. തൃത്താല തുടർച്ചയായി ജയിച്ചു വന്നിരുന്ന മണ്ഡലമായിരുന്നു. അവിടെ VT ബൽറാം വിജയിച്ചു. ഇപ്പോഴത്തെ ഷൊർണൂർ MLA മമ്മിക്കുട്ടിയാണെന്ന് പരാജയപ്പെട്ടത്. അതുപോലെ തന്നെയാണ് മണലൂർ സിറ്റിംഗ് സീറ്റായിരുന്നു. മുരളി പെരുന്നെല്ലി എന്ന് പറയുന്ന ഇപ്പോഴത്തെ MLA അന്ന് സിറ്റിംഗ് MLA ആയിരുന്നു. അദ്ദേഹത്തെ മാറ്റി CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ബേബി ജോൺ മാസ്റ്ററെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു. 481 വോട്ടിന് പരാജയപ്പെടുന്നു. അങ്ങനെ തുടർഭരണം അന്ന് ഇല്ലാതെ പോയതിൽ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നായ മണ്ഡലം കൂടിയാണ് മണലൂർ. ആ മണലൂർ പിന്നീട് തിരിച്ചു പിടിക്കുന്നത് മുരളി പെരുന്നെല്ലിയെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി 2016 കൊണ്ടുവരുന്നു. അങ്ങനെയാണ് മണലൂർ തിരിച്ചു പിടിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ തന്നെ പോയത്. ഏതായാലും ശക്തമായ മത്സരം, തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് തൃശ്ശൂരും, രണ്ടാമത്തേത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഒന്നാമത്തെ മണ്ഡലം തന്നെ മണലൂർ ആകാൻ തന്നെയാണ് സാധ്യത. അതിന് പ്രധാനപ്പെട്ട കാരണം അവിടെ TN പ്രതാപൻ സ്ഥാനാർത്ഥിയായി വരുന്നു. ഒപ്പം CPMന് അവിടെ സിറ്റിംഗ് MLA 3 തവണ അദ്ദേഹം MLA ആയിരുന്നു. ഒരു ഇടവേള ഒഴിച്ചു കഴിഞ്ഞാൽ 3 തവണ MLA ആയിട്ടുണ്ട് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ C രവീന്ദ്രനാഥിനെ, മുൻ വിദ്യാഭ്യാസ മന്ത്രിയോടെ മത്സരിപ്പിക്കുന്നു. അപ്പോൾ ശക്തമായ മത്സരം മണലൂരിൽ നടക്കുന്നുണ്ട്. ഈ 2 പേർക്കും 2 തരത്തിലുള്ള പ്രത്യേകതയുണ്ട്. അതിപ്പോൾ രവീന്ദ്രനാഥിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം കൊടകരയിൽ KP വിശ്വനാഥൻ എന്ന് പറയുന്ന UDFിൽ കോൺഗ്രസ് വളരെ സീനിയർ ആയിരുന്ന നേതാവിനെ പരാജയപ്പെടുത്തിയാണ് കൊടകരയിൽ 2006 ജയിക്കുന്നത്. അതാണ് പിന്നീട് പുതുക്കാട് മണ്ഡലമായി മാറുന്നത്. സമാനമായ രീതിയിൽ നാട്ടിക കൃഷ്ണൻ കണിയാമ്പറമ്പിൽ എന്ന് പറയുന്ന CPI നേതാവ് തുടർച്ചയായി വിജയിച്ചു വന്നിരുന്ന മണ്ഡലമായിരുന്നു. അവിടെയാണ് 2001 TN പ്രതാപൻ ആദ്യമായി വിജയിക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ആ മണ്ഡലത്തിലാണ് TN പ്രതാപൻ 2001 വിജയിക്കുന്നു. 2006 വീണ്ടും വിജയിക്കുന്നു. അതിനുശേഷം മണ്ഡല പുനർനിർണയത്തിൽ അത് സംവരണ മണ്ഡലമായി അതിൻ്റെ ഭാഗങ്ങളൊക്കെ മാറി. ഇപ്പോഴത്തെ മണലൂർ എന്ന് പറയുന്ന മണ്ഡലത്തിലായിരുന്നു അന്ന് വാടാനപ്പള്ളി. ഇന്ന് വിവാദത്തിൻ്റെ ഭാഗമായ വാടാനപ്പള്ളി എന്ന നാട്ടികയുടെ ഭാഗമായിരുന്നു. പക്ഷേ മണ്ഡല പുനർനിർണയത്തിലാണത് മണലൂർ മണ്ഡലത്തിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ TN പ്രതാപൻ MP എന്ന നിലയ്ക്ക് മുമ്പ് തന്നെ ആ മണ്ഡലത്തിലെ ചില ഭാഗങ്ങളുമായി, അതായത് പഴയ നാട്ടിയുടെ ഭാഗങ്ങളായ വാടാനപ്പള്ളി ഉൾപ്പെടുന്ന പ്രദേശത്ത് വലിയ ബന്ധമുള്ള നേതാവാണ്. CPM പ്രതീക്ഷ വയ്ക്കുന്നത് ഒന്ന്, സംഘടനാ തലത്തിൽ CPMന് വലിയ സ്വാധീനം മണലൂരുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ CPMന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഏതാണ്ട് 8000-9000 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. ഒപ്പം C രവീന്ദ്രനാഥ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ അത് വോട്ടാകുമെന്ന പ്രതീക്ഷ CPMനുണ്ട്. BJPയെ സംബന്ധിച്ചാണെങ്കിൽ BJP ഒരു A ക്ലാസ് മണ്ഡലത്തിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്ന മണ്ഡലമാണ് മണലൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം AN രാധാകൃഷ്ണൻ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഏതാണ്ട് 36,000-37,000 വോട്ടുകൾ അവിടെ നേടിയിട്ടുണ്ട്. മാത്രവുമല്ല സുരേഷ് ഗോപിക്ക് വലിയ ഭൂരിപക്ഷം നൽകുന്നതിൽ മണലൂർ എന്ന് പറയുന്ന മണ്ഡലം നിർണായക പങ്കുവച്ചു. ഏതാണ്ട് 8010 വോട്ടുകൾക്ക് സുരേഷ് ഗോപി അവിടെ ലീഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഒരു ത്രികോണ പോരാട്ടം മണലൂരുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ തുടർച്ചയായിട്ട് തുടങ്ങാം. അതായത് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കി കൊടുത്ത മണ്ഡലമാണ് മണലൂർ. പക്ഷേ തൊട്ടടുത്ത് വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനെ, മണലൂർ മാത്രമല്ല മണലൂരിലുള്ള മറ്റ് പല തദ്ദേശ സ്ഥാപനങ്ങളും കൂടുതലും LDFനെ പിന്തുണച്ച സ്ഥലമാണ്. പിന്നീട് UDF, BJP വളരെ രീതിയിൽ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കൂടിയാണ് കണ്ടത്. അത് ഈ പറഞ്ഞതിൻ്റെ തുടർച്ചയായി പറഞ്ഞതാണ്. എന്തായാലും നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നിപ്പോൾ BJP ഈ കിറ്റ് വിതരണം
നടത്തിയതോടുകൂടിയാണ് മണലൂർ കുറച്ചും കൂടി ഒരു ചിത്രത്തിലേക്ക് വരുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സി രവീന്ദ്രനാഥ് ആണെങ്കിലും ഏറെ ജനകീയനായ ഒരു മുഖമാണ്. ടി.എൻ. പ്രതാപനാണെങ്കിലും ആ തരത്തിലാണ്. കഴിഞ്ഞ 2 തവണയും എ.എൻ. രാധാകൃഷ്ണനായിരുന്നു ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി. എ.എൻ. രാധാകൃഷ്ണനെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്രാവശ്യം കെ അനീഷാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ LDF-ഉം UDF-ഉം തമ്മിലാണോ മണലൂരിൽ ഒരു പോരാട്ടം? ഈ ഒരു കിറ്റ് വിതരണമൊക്കെ BJP എന്ത് അടിസ്ഥാനത്തിലാണ് അവിടെ നടത്തുന്നത്? അവർക്ക് എത്രമാത്രം പ്രതീക്ഷയാണ്? നിലവിൽ അവിടുത്തെ ഒരു ചിത്രം ഏത് രീതിയിലാണ്? അല്ല, മണലൂർ മത്സരം LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ്. പക്ഷേ BJP അവിടെ ഒരു വ്യക്തമായുള്ളൊരു സ്വാധീനമുള്ള പാർട്ടിയാണ് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. കാരണം 32% കഴിഞ്ഞ തവണ 36% വോട്ട് സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് നേടി. അത് ഓക്കെ, നമ്മൾ സുരേഷ് ഗോപി മറ്റ് പല മണ്ഡലങ്ങളിലും ലീഡ് ചെയ്തതാണ്. അത് ലോക്സഭയിലെ വോട്ട് ശതമാനം നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. പക്ഷേ എൻ രാധാകൃഷ്ണൻ 21% വോട്ട് 2 തവണയായി നേടിയൊരു മണ്ഡലമാണ് മണലൂർ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നീട് കെ അനീഷ് കുമാറാണ് മത്സരിക്കുന്നത്. BJP-യുടെ മുൻ ജില്ലാ അധ്യക്ഷനാണ്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഏകോപിച്ചയാളാണ്. അവിടെ പല രാഷ്ട്രീയ തന്ത്രങ്ങളും ഇതിന് സമാനമായത് അനീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളറിയാം, ഭാരത് റൈസ് കേരളത്തിൽ പെട്ടെന്ന് ഭാരത് റൈസ് ഒരു സുപ്രഭാതത്തിൽ ലോറികളിൽ പ്രത്യക്ഷപ്പെടുകയും ജില്ലയുടെ പല ഭാഗങ്ങളിൽ വിതരണം ചെയ്യുകയും ചെയ്ത് നമ്മൾ കണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ്. അത് അനീഷ് കുമാറിൻ്റെ ഐഡിയ ആയിരുന്നു. അത്തരത്തിൽ എങ്ങനെ ഭാരത് റൈസ് കേരളത്തിലേക്ക് ആ ഒരു ഘട്ടത്തിൽ എത്തിക്കാമെന്നുള്ളതും എവിടൊക്കെ വിതരണം ചെയ്യണമെന്നുള്ളതും അതൊരു വിവാദമാക്കി അതിൽ വാർത്തകളിൽ ഇടം നേടാൻ അനീഷ് കുമാറിന് പ്രത്യേക ഒരു കഴിവുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഞാൻ തൃശ്ശൂരിൽ കുറേ നാൾ വർക്ക് ചെയ്തതാണ്. ആ സമയത്തൊക്കെ അനീഷ് കുമാറാണ് അവിടെ BJP-യുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നത്. പല വിഷയങ്ങളിലും മാധ്യമ ശ്രദ്ധ നേടാനായി പെട്ടെന്ന് വിവാദമുണ്ടാക്കുകയും ആ രീതിയിൽ വലിയ രീതിയിൽ ശ്രദ്ധ ഭാരത് റൈസിൻ്റെ സമയത്ത് തന്നെ അത് ആ സമയത്ത് വിതരണം ചെയ്യുന്നതിന് ചോദ്യം ചെയ്തപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അരി കേരളത്തിൽ വിതരണം ചെയ്യാൻ സംസ്ഥാനത്ത് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അന്ന് ആ ഒരു വിഷയത്തെ വലിയ രാഷ്ട്രീയ വിഷയമാക്കി അനീഷ് കുമാർ എടുത്തത്. അപ്പോൾ അതിന് സമാനമായ രീതിയിൽ ഇവിടെയും നേരിട്ടല്ല, എന്തോ മരണസഹായ സമിതിയോ അതിൻ്റെയൊക്കെ പേരിലാണ് ഇവിടെയും അരി വിതരണം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല, അങ്ങനെ അനീഷ് കുമാർ എപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ പ്രത്യേക ശ്രദ്ധ. എനിക്ക് തോന്നുന്നു കാപ്പ കേസിൽ പെടാതെ ഒരു ജസ്റ്റ് രക്ഷപ്പെട്ടു പോയത്. കാരണം ഒരു കേസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കാപ്പ കേസിൽ പെടേണ്ട ആളായിരുന്നു. കാരണം നിരന്തര കുറ്റവാളി എന്ന് പോലീസ് റിപ്പോർട്ട് കൊടുത്ത എനിക്ക് തോന്നുന്നൊരു BJP-യുടെ ജില്ലാധ്യക്ഷൻ ഈ അടുത്ത കാലത്ത് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അനീഷ് കുമാർ എപ്പോഴും ആ രീതിയിൽ തന്നെ സജീവമായി നിൽക്കാനും മാധ്യമ ശ്രദ്ധ നേടാനും വിവിധ തരത്തിലുള്ള നടപടികൾ ഉണ്ടാക്കുന്ന ആളാണ്. ഒരുപക്ഷേ സുരേഷ് ഗോപി അത്രയും വോട്ട് പിടിച്ച മണ്ഡലത്തിൽ എൻ രാധാകൃഷ്ണൻ ഒഴിച്ച വോട്ടെങ്കിലും പിടിച്ചില്ലെങ്കിൽ അനീഷ് കുമാറിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കും എന്നുള്ളൊരു തോന്നൽ കൃത്യമായി അനീഷ് കുമാർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം അവകാശവാദങ്ങൾ അനീഷ് കുമാർ സുരേഷ് ഗോപി വോട്ട് പിടിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അനീഷ് കുമാറിൻ്റെ ഒരു ഏകോപനത്തിൻ്റെ മെച്ചമാണ്. അങ്ങനെ പല രീതിയിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മണ്ഡലം മാറി കൂടിയാണ് കുന്നംകുളത്തായിരുന്നു. അപ്പോൾ ആ രീതിയിൽ മത്സരിക്കുന്ന അനീഷ് കുമാറിന് സ്വാഭാവികമായും ഇത്തവണ വോട്ട് കൂടിയില്ല. മാത്രമല്ല, വോട്ട് ചേർക്കാൻ സുരേഷ് ഗോപിക്ക് വേണ്ടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് BJP-ക്ക് അനുകൂലമായി നിൽക്കുന്ന വോട്ടുകൾ ഫ്ളാറ്റുകളിലും വീടുകളിലും എല്ലാം കൊണ്ടുവന്ന് ചേർക്കാൻ മുമ്പിൽ നിന്ന് നേതാവാണ് അനീഷ് കുമാർ. ഇങ്ങനെ ഒരു സംഭവം, ഈ ഒരു കിറ്റ് വിതരണം ഉണ്ടായപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഒരു സ്ഥലത്തൊക്കെ കുറച്ച് മേൽക്കൈ ഉണ്ടാക്കാൻ T.N. പ്രതാപന് സാധിച്ചു എന്ന് തോന്നുന്നു. അവിടേക്ക് ആദ്യം എത്തി. ഇപ്പോൾ പോലീസ് നടപടികളിലേക്ക് അടക്കം കാര്യങ്ങൾ കടക്കുകയും ചെയ്തു. ഇപ്പോൾ T.N. പ്രതാപന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സീറ്റ് നൽകിയില്ല. എനിക്ക് തോന്നുന്നു അപ്പോൾ തന്നെ മണലൂർ സീറ്റ് ഏകദേശം T.N. പ്രതാപന് നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു നേതൃത്വം. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അത്തരം നാടകീയ പ്രശ്നങ്ങളും ഡൽഹിയിലെ സീറ്റ് ചർച്ചകളും ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ T.N. പ്രതാപൻ കളത്തിലിറങ്ങി അവിടെ പ്രചരണ രംഗത്തൊക്കെ സജീവമായിരുന്നു. കുറച്ച് മേൽക്കൈ നേടുകയും ഒക്കെ ചെയ്തു. അതിന് പിന്നാലെയാണ് പിന്നീട് ഈ മുരളി പെരുന്നെല്ലിയെ മാറ്റിയിട്ട് സി രവീന്ദ്രനെ അവിടേക്ക് കൊണ്ടുവരുന്നത്. കുറച്ചുകൂടെ ജനകീയനായിട്ടുള്ള ഒരു നേതാവ്. മുരളി പെരുന്നെല്ലിയുടെ പ്രവർത്തനങ്ങളൊക്കെ അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നത് പ്രവർത്തനങ്ങളിൽ ചില പോരായ്മകളൊക്കെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രതികരണമൊക്കെ അവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നത് നമ്മളൊക്കെ പലപ്പോഴും കേട്ടതാണ്. അപ്പോൾ ഇനി പോരാട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഈ T.N. പ്രതാപൻ അല്ലെങ്കിൽ സി രവീന്ദ്രനാഥ് പോരാട്ടം വരുമ്പോൾ അത് എത്രമാത്രം ശക്തമായിരിക്കും, ആർക്കായിരിക്കും, എങ്ങനെയായിരിക്കും വിജയസാധ്യത എന്നൊക്കെയാണ് വിലയിരുത്തുന്നത്? ഇപ്പോൾ സ്വാതി പറഞ്ഞ പോലെ തന്നെ T.M. പ്രതാപൻ കഴിഞ്ഞ തവണ തൃശ്ശൂർ സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു. അവസാന നിമിഷം പ്രചാരണം തുടങ്ങിയ ശേഷം അദ്ദേഹത്തിന് മാറിക്കൊടുക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ 2011 അതായത് നാട്ടിക സംവരണ മണ്ഡലമായപ്പോൾ അതിന് അദ്ദേഹം പാർട്ടി സീറ്റ് നൽകിയതാണ്. അദ്ദേഹം കൊടുങ്ങല്ലൂർ എന്നുള്ള MLA ആയിരുന്നു. പക്ഷേ അതിനുശേഷം കൊടുങ്ങല്ലൂർ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു, അല്ലെങ്കിൽ വീണ്ടും ജയിക്കാൻ കഴിയുന്ന എന്നൊരു തോന്നലിൻ്റെ ഭാഗമായി എന്തോ മറ്റോ അദ്ദേഹം 2016 കയ്പമംഗലം സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കും. ഡൽഹിയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയുടെ സമയത്തൊക്കെ തന്നെ കയ്പമംഗലം സീറ്റിനൊക്കെ വേണ്ടി ചില ഓപ്പറേഷൻസ് ഒക്കെ നടത്തി. അദ്ദേഹം ഏതാണ്ട് സീറ്റ് ഉറപ്പിച്ച ഘട്ടത്തിലാണ് അന്ന് ആ സമയത്ത്
ശോഭ സുബിൻ എന്ന് പറയുന്ന ഒരു യുവ നേതാവ്, ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ്, അന്ന് ശോഭ സുബിൻ ആ സീറ്റ് ലഭിക്കുമെന്നൊക്കെ ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് സീറ്റ് ഉറപ്പിച്ച ഘട്ടത്തിലാണ് പിന്നീട് ടി എം പ്രതാപൻ്റെ പേര് വെട്ടിപ്പോകുന്നത്. അതിനുശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി എം പ്രതാപൻ വരുന്നത് ഇത്തവണ വീണ്ടും മണലൂർ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നാട്ടികയുടെ വാടാനപ്പള്ളിയൊക്കെ പഴയ നാട്ടികയുടെ ഭാഗമാണ്. അതിൽ തന്നെ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു LDF ഒരു അപ്പർ ഹാൻഡ് ആ മണ്ഡലത്തെ സ്വാഭാവിച്ചുണ്ട്. പ്രത്യേകിച്ച്